കയ്യിൽ ഒരു മാക്സിമ സെറ്റും കൂടെ കാണിക്കാണ്ട്. അത് നമ്മുടെ KL 55, നമ്മുടെ നാട്ടുകാരനാണ്. തിരൂർ രജിസ്ട്രേഷനിൽ വരുന്ന ബജാജിൻ്റെ മാക്സിമ സെഡ് ആണ് ഈ ഒരു വണ്ടി. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. പാച്ച് വർക്കോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല, ഒക്കെ ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഒരു തുരുമ്പോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വന്ന് കാണാനില്ല. ഇനി നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാം. എൻജിൻ കണ്ടീഷനൊക്കെ നമുക്ക് ഡയറക്റ്റ് വന്നാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വന്നിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വർക്ക് തന്നെയാണ് നമുക്ക് കാണുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് അതുപോലെ ഇതിൻ്റെ ബാക്കിൽ ഡിക്കി വരുന്ന ഒരു മോഡലാണിത്. നമുക്ക് സാധാ ഇതിലൊരു ഷീറ്റ് പോലെയാണ് കൊടുക്കൽ. ഇത് ഡിക്കി കൊടുത്തിട്ടുണ്ട്, നല്ലൊരു വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ 2020 മോഡലാണ് വണ്ടിക്ക്. ഒക്ടോബർ വരെ നിലവിൽ പേപ്പറുണ്ട്. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു. അടുത്തത് ബജാജിൻ്റെ ചെറിയ വണ്ടി തപ്പി നടക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയുണ്ട്. 2020 മോഡൽ, ജസ്റ്റ് 5 വർഷത്തെ ഉപയോഗമേ ഉള്ളൂ വണ്ടിക്ക്. KL 65, നമ്മുടെ ഇവിടുത്തെ തന്നെ തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ വരുന്ന നമ്മുടെ നാട്ടുകാരനായ വണ്ടി തന്നെയാണ്. നമ്മളെ കമ്പനിയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഒരു കണ്ടീഷനിൽ അത്യാവശ്യം അവരായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വുഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു നിലവിലുള്ള കണ്ടീഷനിലാണ്. നമ്മൾ പുതിയത് ചെയ്തിട്ടുള്ളതല്ല. ബജാജിൻ്റെ കോമ്പാക്റ്റ് ആണ് ഈ ഒരു വണ്ടി വരുന്നത്. അത്യാവശ്യം ഇതിന് പിന്നെ പുതിയ മോഡലുകൾക്കൊക്കെ കൈമേണ് ക്ലച്ച് വരുന്നത്. പുതിയ പേപ്പറുള്ള വണ്ടിയാണ്. തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ഫിനിഷ് ആക്കിയിട്ടുള്ള വണ്ടിയാണിത്. അപ്പോൾ ആരെങ്കിലും എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തതോടെ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ. അതുപോലെ നമ്മുടെ അടവിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മറ്റൊരു കോമ്പാക്റ്റ് കൂടെ ഉണ്ട്. KL 01, തിരുവനന്തപുരം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണിത്. ബജാജിൻ്റെ കുട്ടി ഡീസൽ എന്ന് പറയുന്ന മോഡൽ, ഡബിൾ ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്ന വണ്ടിയാണിത്. 2018 മോഡലാണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷനാണുള്ളത്. ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോം മാറ്റിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്മൾ എടുത്തു പറയുന്നത് അത് മാറ്റാൻ നല്ലൊരു എമൗണ്ട് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം പുതിയതാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ധൈര്യത്തിൽ നമുക്കിനി കുറച്ചൊക്കെ നല്ലപോലെ കൊണ്ടെടുക്കുന്ന ഒരാളാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നീളം കിട്ടുന്ന ഒരു സംഭവമാണ്. തുരുമ്പും കാര്യങ്ങളൊക്കെ വരാതെ നോക്കുക. അതുപോലെ ബാക്കത്തെ ഒരു പ്ലാറ്റ്ഫോമും അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു കണ്ടീഷൻ തന്നെയാണ്. ഞാൻ വിചാരിച്ചത് പുതിയത് ഇട്ടതാണെന്ന് കരുതി, പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഉള്ളത് തന്നെയാണത്. എന്തായാലും നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്ന ഒരാളുടെ വണ്ടി തന്നെ ആയിരിക്കും. നിലവിൽ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. എൻജിൻ കണ്ടീഷനൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം എടുക്കുക. അപ്പോൾ ഈ ഒരു വണ്ടി ആരെങ്കിലും താല്പര്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അടവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. വണ്ടീൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ടാക്സി മാത്രമേ ഉള്ളൂ നിങ്ങൾ കൊടുക്കുന്നത്. ഒരു പ്രൈവറ്റ് വണ്ടി കൂടെ കാണിച്ചു തരുമെന്ന് ഉള്ള ആ ഒരു ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൈവറ്റ് വണ്ടിയും കൊടുത്തിട്ടുണ്ട്. KL 12 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2012 മോഡൽ പ്രൈവറ്റ് വണ്ടിയാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിലാണ്. നമ്മൾ പാർട്ടിയിലൊക്കെ എടുത്തിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമ്മൾ എക്സ്ട്രാ വർക്കുകളൊന്നും നമ്മൾ ഇവിടെ നിന്ന് ചെയ്തിട്ടില്ല. പാർട്ടിയുടെ ഒരു കണ്ടീഷനാണ് വണ്ടി നിൽക്കുന്നത്. 2012 മോഡലായതുകൊണ്ട് തന്നെ 2027 വരെ നിലവിൽ പേപ്പറുള്ള വണ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ള ഒരു പ്രൈവറ്റ് വണ്ടി അന്വേഷിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. തോണിയിലെ നമ്മുടെ ബജാജിൻ്റെ കുട്ടി ഡീസലിൽ തന്നെ അടുത്തൊരു പ്രൈവറ്റ് വണ്ടി കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ തന്നെയാണ് ഇത് വണ്ടി വരുന്നത്. 2011 മോഡലാണ് വണ്ടിയുടെ മോഡൽ. എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. സൈഡ് ബമ്പർ, വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിലൊരു ബമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാൻ. 2011 മോഡലായതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഏകദേശം ഇതിൻ്റെ പുതിയ പേപ്പർ എടുക്കാനുണ്ടാവും. ഇനി പേപ്പർ എടുക്കാൻ നമ്മളൊന്നും ചെയ്യാനില്ല. എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്ന് അഴിച്ചിട്ട് നേരെ കൊണ്ടുപോയാൽ ബ്രേക്ക് എടുക്കാം. വേറെ വർക്കൊന്നും വരുന്നില്ല. നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്. 2011 മോഡലാണ് വണ്ടി.